നമ്മുടെ ജനനം ഒരു പ്രത്യേക മാസത്തിൽ സംഭവിക്കുന്നത് വെറുമൊരു യാദൃശ്ചികതയാണോ, അതോ പ്രപഞ്ചം നമുക്കായി ഒരുക്കിവെച്ച ഒരു രഹസ്യ സന്ദേശമുണ്ടോ ആ മാസത്തിൽ? ജ്യോതിഷം, ന്യൂമറോളജി, വ്യക്തിത്വ പഠനങ്ങൾ എന്നിവയിലെല്ലാം ഓരോ മാസത്തിലും ജനിക്കുന്നവർക്ക് തനതായ സ്വഭാവ സവിശേഷതകളും ഭാഗ്യഘടകങ്ങളും ഉണ്ടെന്ന് പറയുന്നു. ഇത് കേവലം വിശ്വാസങ്ങൾക്കപ്പുറം പ്രകൃതിയുടെ താളവും കുഞ്ഞുങ്ങളുടെ വളർച്ചയെയും സ്വഭാവ രൂപീകരണത്തെയും സ്വാധീനിക്കുന്നുണ്ടെന്ന് ചില ശാസ്ത്ര പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. ഈ വീഡിയോയിൽ ജനുവരി മുതൽ ഡിസംബർ വരെ ഓരോ മാസത്തിലും ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രധാന സ്വഭാവ ഗുണങ്ങൾ, പ്രത്യേകതകൾ, ഭാഗ്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പരിശോധിക്കുന്നു. ഇത് നിങ്ങളുടെ കുഞ്ഞിന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനും അവരുടെ ജീവിതത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ജനുവരി മാസത്തിൽ ജനിക്കുന്നവർക്ക് പുതുവർഷത്തിന്റെ തുടക്കം പോലെ തന്നെ പുതിയ തുടക്കങ്ങളോടും ലക്ഷ്യങ്ങളോടും വലിയ പ്രതിബദ്ധതയുണ്ടാകും. ഇവർ സാധാരണയായി അച്ചടക്കമുള്ളവരും കഠിനാധ്വാനികളും ലക്ഷ്യബോധമുള്ളവരുമായിരിക്കും. പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ നോക്കുമ്പോൾ എന്തു കാര്യത്തിലും ഉറച്ച നിലപാടുകൾ എടുക്കുന്നവരും അത് നേടിയെടുക്കാൻ കഠിനമായി പ്രയത്നിക്കുന്നവരുമാണ്. സ്വാഭാവികമായ നേതൃഗുണങ്ങളുള്ളവരും ഉത്തരവാദിത്ത ബോധമുള്ളവരുമാണ്. ഒരു കൂട്ടത്തെ നയിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാവും. പൊതുവെ ഗൗരവക്കാരാണെന്ന് തോന്നാമെങ്കിലും ഇവർക്ക് നല്ല നർമ്മബോധം ഉണ്ടാകും. അമിതമായി സ്വപ്നം കാണാതെ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നവരാണിവർ. ഉയർന്ന ബുദ്ധിശക്തിയും കാര്യങ്ങളെ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവും ഉണ്ടാകും. സുഹൃത്തുക്കളോടും കുടുംബത്തോടും അതീവ വിശ്വസ്തത പുലർത്തുന്നവരുമാണ്. പ്രത്യേകതകൾ നോക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിവ് നേടാനും ഇവർക്ക് താല്പര്യമുണ്ടാകും. എളുപ്പത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകില്ല. കലാപരമായ കഴിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ പക്വത കാണിക്കും. ചിലപ്പോൾ അമിതമായി വിമർശനാത്മകമായ സമീപനം കാണിക്കാം. കാര്യങ്ങൾ വ്യക്തിപരമായി എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഫെബ്രുവരിയിൽ ജനിക്കുന്നവർ വളരെ ക്രിയാത്മകരും സഹാനുഭൂതിയുള്ളവരും ഭാവനാശാലികളുമായിരിക്കും. ഇവർ സാധാരണയായി ശാന്ത സ്വഭാവമുള്ളവരും സൗന്ദര്യാത്മക കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ നോക്കുമ്പോൾ കലാ, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും അവരോട് സഹാനുഭൂതിയോട് പെരുമാറാനും കഴിയും. തനതായ കാഴ്ചപ്പാടുള്ളവരും ആരെയും അന്ധമായി അനുകരിക്കാത്തവരുമാണ്. വളരെ ശാന്തരും സമാധാനപ്രിയരുമായിരിക്കും. കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാവും. നല്ല സുഹൃത്തുക്കളായിരിക്കും എങ്കിലും എല്ലാവരുമായും അടുപ്പം കാണിക്കില്ല. പ്രത്യേകതകൾ നോക്കുമ്പോൾ പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ കഴിവുള്ളവരാണ്. എളുപ്പത്തിൽ വിഷാദത്തിന് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ്. ചിലപ്പോൾ അമിതമായി ചിന്തിക്കുന്നവരുമായിരിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ അമിതമായി വൈകാരികമായി പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. പ്രായോഗിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. മാർച്ചിൽ ജനിക്കുന്നവർ വളരെ സംവേദനക്ഷമയുള്ളവരും ദയയുള്ളവരും സ്വപ്നജീവികളുമായിരിക്കും. ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരും കലാപരമായ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമാണ്. പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ നോക്കുമ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങളെയും വേദനകളെയും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ദയയും സ്നേഹവും ഉള്ളവരാണ്. മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെ പെരുമാറും. സംഗീതം, നൃത്തം, ചിത്രകല തുടങ്ങിയ മേഖലകളിൽ അഭിരുചിയുണ്ടാകും. ഒരുപാട് സ്വപ്നങ്ങളും ഭാവനയും ഉള്ളവരാണ്. ചിലപ്പോൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു ജീവിക്കാൻ താല്പര്യപ്പെടാം. പൊതുവെ ശാന്ത